ഹായ് എവ്രി വൺ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ റീസെൻ്റ്ലി പർച്ചേസ് ചെയ്തതിൽ ഒരു റീസെൻറ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് പെർഫ്യൂംസ് ഞാൻ പരിചയപ്പെടുത്തിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വിചാരിച്ചു എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് മോയ്സ്ചറൈസേഴ്സ്. ബേസിക്കലി ഇതിൽ ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം കൂടുതലും ബോഡി മോയ്സ്ചറൈസേഴ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതല്ലാതെയും എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് മോയ്സ്ചറൈസേഴ്സ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം എൻ്റെ കയ്യിലത് പ്രസൻ്റ്ലി അതിൻ്റെ ഇത് കയ്യിലില്ല കാണിക്കാനായിട്ട്, പക്ഷേ ഞാൻ ഐ ജസ്റ്റ് മെൻഷൻ ദാറ്റ് ഓൾസോ. അപ്പോൾ ബോഡി ലോഷനിൽ നോക്കുവാണെങ്കിൽ ഞാനിപ്പം കറൻ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വാസലിൻ്റെ ഡീപ്പ് മോയ്സ്ചറൈസറാണ്. ഇതാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇത് വന്നിട്ട് നമ്മളുടെ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൻ്റെ പ്യുവർ വണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി മോയ്സ്ചറൈസറാണ്, ബോഡി ക്രീമാണ്. ഇത് ഓൾമോസ്റ്റ് തീർന്നു, കുറച്ച് ബാക്കിയുള്ളൂ. അപ്പോൾ ഇത് രണ്ടുമാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തൊട്ട് തുടങ്ങാം. ഒരുപാട് വർഷമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ വാസലിൻ്റെ കൊക്കോ ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോയ്സ്ചറൈസറാണ്. നമുക്കറിയാം കൊക്കോൻ്റെ ഒരു കൊക്കോ ബട്ടർ എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു സ്മെല്ല് നമുക്കറിയാം. അപ്പം ആ ഒരു സ്മെല്ലാണ് ഇതിനുള്ളത്. ഇതിൻ്റെ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര നമ്മളുടെ സമ്മർ ഡേയ്സിലാണെങ്കിൽ പോലും നമുക്ക് ഒട്ടും തന്നെ ഇങ്ങനെ വേർത്തൊലിച്ച് വരുന്ന മാതിരി അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടാകത്തില്ല. ഏത് ക്ലൈമറ്റിലാണെങ്കിലും അതിന് നമുക്ക് അഡിക്വേറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഷൻ ഇത് തരും. ഓക്കെ, നമുക്ക് സമ്മർ ടൈം ആണെങ്കിലും വിൻ്റർ ടൈം ആണെങ്കിലും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോഡി മോയ്സ്ചറൈസറാണ്. ഞാൻ മിക്കപ്പോഴും മേടിക്കാറ് നമുക്ക് എന്തെങ്കിലും ഓഫർ വരും. ഈ വലിയ 400 ml വലിയ സൈസാണ് ഞാൻ എപ്പോഴും മേടിക്കാറ്. ബിക്കോസ് ബോഡി മോയ്സ്ചറൈസർ ആകുമ്പം നമുക്ക് കുറച്ചധികം ആളുകളൊന്നും മേടിക്കുന്നതാണ് നമുക്ക് എപ്പോഴും നല്ലത്. കാരണം കുറച്ചധികം കാലത്തേക്ക് പോകാനല്ലോ. ഇത് ഒരെണ്ണം നമ്മൾ മേടിച്ചാൽ ഓൾമോസ്റ്റ് ലൈക്ക് ഐ തിങ്ക് എനിക്ക് മിക്കപ്പോഴും എൻ്റെ ഒരു യൂസ് വെച്ചിട്ട് ഓൾമോസ്റ്റ് ഒരു 5 months 6 months എന്തായാലും പോകും. അതിൽ കൂടുതൽ പോയെങ്കിലേ ഉള്ളൂ. 6 months ഒക്കെ എന്തായാലും എനിക്ക് ഡെഫിനറ്റ്ലി യൂസ് ചെയ്ത് അത്രയും ആണ് എനിക്ക് വരുന്നത്. അതിൻ്റെ ഒരു മേജർ റീസൺ എന്താ വെച്ചാൽ മേ ബി ഞാനിതിൻ്റെ കൂടെ എപ്പോഴും ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ കൊണ്ട് ചിലപ്പോൾ ഉണ്ട്, അപ്പം മാറി മാറിയായിരിക്കും യൂസ് ചെയ്യുന്നത്. പക്ഷെ എന്നാൽ പോലും എങ്ങനെ വന്നാലും ഒരു 6-7 months എങ്ങനെ വന്നാലും എൻ്റെ എല്ലാ മോയ്സ്ചറൈസറും മിനിമം അത്ര ഇങ്ങനെ നിൽക്കാറുണ്ട്. സോ ഇതാണ് ഞാൻ നേരത്തെ യൂസ് ചെയ്യുന്നത്. അപ്പം കാലിയായി, പക്ഷെ നാളെ ഞാൻ വെച്ചേക്കുന്നത് ബിക്കോസ് എനിക്കിതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ജസ്റ്റ് ഇവിടെ വെച്ചേക്കുന്നതാണ്. പിന്നെ എനിക്കിഷ്ടമുള്ള ഒന്നാണ് പാരഷ്യൂട്ടിൻ്റെ ബേബി നറിഷിങ് ലോഷൻ എന്ന് പറയുന്നത്. ഇത് ബേബി മോയ്സ്ചറൈസർ ആണ്, പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം. ഇത് ബേസിക്കലി എൻ്റെ മോന് വേണ്ടി ഞാൻ മേടിച്ചതാണ്. പക്ഷേ എന്താ പറയുക, ഇതിൻ്റെ സ്മെല്ലെന്ന് പറയുന്നത് നല്ല ബേബി സ്മെല്ലുണ്ടല്ലോ, ഒരു സെയിം ബേബി സ്മെല്ലാണ് ഇതിനുള്ളത്. ഇതും ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് അങ്ങ് നമ്മുടെ ബോഡിയിലോട്ട് അങ്ങ് മെൽറ്റായിട്ടങ്ങ് ചേരും എന്നുള്ളതാണ്. മോന് വേണ്ടി മേടിച്ചപ്പം ഈ പറഞ്ഞ പോലെ ഒരു ഓഫർ ഉണ്ടായിരുന്നു 2 എണ്ണം മേടിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഒരെണ്ണം ഞാൻ എടുത്തു. ഇതും എനിക്ക് ഇന്നേ വരെ ഇതിട്ടത് കൊണ്ടിട്ട് എൻ്റെ ഒരു പൊതുവെ ഒരു സെൻസിറ്റീവ് സ്കിന്നാണ്. പക്ഷെ എനിക്ക് ഇന്നേ വരെ ഇത് വെച്ചിട്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല, ബൈ ഗോഡ്സ് ഗ്രേസ്. പിന്നെ ഈ പറഞ്ഞ വാസലിൻ്റെ തന്നെ വരുന്ന ഇൻറ്റൻസീവ് കെയർ റേഞ്ചിൽ വരുന്ന വേറെ ഒന്നാണ് ഈ ഡീപ്പ് മോയ്സ്ചർ. അപ്പോൾ ഇതും ഫോർ സം റീസൺ എനിക്ക് ഈ പറഞ്ഞ കൊക്കോ ഗ്ലോ അവൈലബിൾ ആയിരുന്നില്ല, അങ്ങനെ ഞാൻ മേടിച്ചതായിരുന്നു. പക്ഷേ ഇതിൻ്റെയും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഇതിനങ്ങനെ ഒരു ഭയങ്കരമായിട്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന പ്രത്യേകിച്ച് വലിയ സ്മെല്ലൊന്നുമില്ല. ഒരു ഭയങ്കര സട്ടിലായിട്ടുള്ളൊരു സ്മെല്ല്, ഭയങ്കര സട്ടിലായിട്ടുള്ള സ്മെല്ല്. അങ്ങനെ നമുക്കൊരു കുറ്റോ അങ്ങനെയൊന്നും പറയാനില്ല. ബേസിക്കലി എപ്പോഴും നല്ലത് നമ്മൾ സ്മെല്ല് കുറവുള്ള സാധനങ്ങൾ, അതായത് ആഡഡ് സെൻറ്റ് ഇല്ലാത്ത ഐറ്റംസാണ് എപ്പോഴും നമ്മൾ സ്കിൻ കെയറിന് യൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ലത്. സ്പെഷ്യലി ഈ സെൻസിറ്റീവ് സ്കിന്നുള്ള ആളുകൾ. എനിക്ക് അങ്ങനെയാണ്. എന്തെങ്കിലും ഒരെണ്ണത്തിൽ കുറച്ച് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന സ്മെല്ലുണ്ടെങ്കിൽ ബോഡി സ്കിന്നിലാണെങ്കിലും ഫേസിലാണെങ്കിലും എനിക്ക് പെട്ടെന്ന് റിയാക്ഷൻ വരുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ എനിക്ക് ഇത് ഭയങ്കര ആപ്റ്റായിട്ട് തോന്നി. ഇതിൽ പ്രത്യേകിച്ച് അങ്ങനെ വേറെ ആഡഡ് ഒന്നുമില്ല. നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും. ഇപ്പോൾ നമ്മൾ കാലത്ത് അപ്ലൈ ചെയ്താൽ ഈവൻ നല്ല AC നമ്മൾ ഇരിക്കുന്നെങ്കിൽ പോലും വിൻ്ററിൽ പോലും നമുക്കങ്ങനെ വേറെ സ്കിന്നിൽ വേറെ ഡ്രൈ ആവുന്ന മാതിരിയോ അങ്ങനെ ഒരു പ്രശ്നവും വരില്ല. ഈ പറഞ്ഞ പോലെ സമ്മർ സീസണിലും ഭയങ്കര യൂസ്ഫുൾ, അപ്പോഴും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെയുള്ള എൻ്റെ ഒരു ഫേവറേറ്റ് എന്ന് പറയുന്നത് ഇതാണ്, പ്യുവർ വണ്ടർ എന്ന്. ഇതിൽ ആഡഡ് സെൻറ്റ് ഉണ്ട്. ലൈക്ക് ആ ഒരു സ്മെൽ ആക്ച്വലി ഇതിൻ്റെ അകത്ത് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് റിയാക്ഷനൊന്നും വന്നിട്ടില്ല ഇതുവരെ. പക്ഷേ എനിക്ക് ഒരു പേടിയുള്ളതുകൊണ്ട് ഞാനതങ്ങനെ ഒരുപാട് യൂസ് ചെയ്യാറില്ല. ഇത് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും. ഞാൻ വളരെ കുറച്ച് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിന് അധികം സ്മെല്ലായിട്ട് അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം
ട്രാവൽ ചെയ്യുമ്പം കുറച്ചധികം നേരം നമുക്ക് ഇപ്പം നമ്മൾ ചില പെർഫ്യൂംസ് യൂസ് ചെയ്യുമ്പോഴാണെങ്കിലും ചിലപ്പോൾ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ആ സ്മെല്ല് കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഞാൻ ചിലപ്പം ഇതുകൂടെ ആഡ് ചെയ്യാറുണ്ട്. നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും. ഞാനിപ്പം ഇതുകൊണ്ട് മിക്സ് ചെയ്തിട്ടാണ് ചില സമയത്ത് യൂസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും എനിക്ക് വന്നിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഓൾമോസ്റ്റ് തീർന്നു എന്ന് തന്നെ പറയാം. ഞാൻ മേടിച്ചിട്ട് സത്യം പറഞ്ഞാൽ ഒരു വർഷം ആയിട്ടുണ്ട്. ഒരു വർഷത്തിന് മേലെ ആയിട്ടുണ്ട് ഇത് മേടിച്ചിട്ട്. ഇത് ഈ പറഞ്ഞ പോലെ എന്തോ ഒരു ഓഫർ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ മേടിച്ചതാണ്. ഇതും നല്ലതാണ്. ഇത് അത്യാവശ്യം കുറച്ചൊരു എക്സ്പെൻസീവ് സൈഡാണ്. എക്സ്പെൻസീവ് ഇൻ ദ സെൻസ് കണ്ടോ, 2000 റുപ്പീസാണ് ഇതിന്. പക്ഷേ ഞാൻ മേടിക്കുമ്പോൾ ഓഫർ ഉണ്ടായിരുന്നു. ഇതിന് 50% ഓഫർ ഉണ്ടായിരുന്നു. കാരണം ഇത് കുറേ കാലം ഞാൻ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് 226 ഗ്രാമിന് 2000 റുപ്പീസ് എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് അധികമായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ മേടിച്ചില്ല. കുറേ കാലം മേടിക്കാതിരുന്നു. ആൻഡ് ഓഫർ വന്നപ്പോൾ ഞാൻ മേടിച്ചു. ആൻഡ് ഐ ഫെൽ ലൈക്ക് ഒരു വർഷമൊക്കെ നമ്മളൊരു സാധനം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 1000 റുപ്പീസ്, അതായത് 50% ഓഫ് എനിക്ക് കിട്ടിയപ്പോഴാണല്ലോ ഞാൻ മേടിച്ചപ്പം ഇറ്റ്സ് വർത്ത്. അങ്ങനെ തോന്നിയിട്ട് മേടിച്ചതാണ്. ഇനി ഞാനത് റിപ്പീറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ മേ ബി ഓഫർ വന്നാൽ റിപ്പീറ്റ് ചെയ്യും. അല്ലാതെ ഞാൻ 2000 റുപ്പീസിന് ഞാൻ മേടിക്കില്ല. അപ്പോൾ ഈ വാസലിൻ്റെ ഒക്കെ പ്രൈസ് ഞാൻ പറയാൻ മറന്നുപോയി. അത് എവിടെയാണ് എഴുതിയിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഐ കാൺ ഫൈൻഡ് ഔട്ട്. എവിടെയെങ്കിലും കാണുവാണെങ്കിൽ ഞാൻ ഇവിടെയാണെന്ന് തോന്നുന്നു. 400 റുപ്പീസ്. ബട്ട് മിക്കപ്പോഴും ഇതിന് ഓഫർ ഉണ്ടാവും. ഇതിനാണെങ്കിൽ 375. അത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ വർഷം വെച്ചിട്ടുള്ള ഡിഫറൻസ് ആയിരിക്കാം ചിലപ്പോൾ. 21 ഇത് പാക്ക് ചെയ്തേക്കുന്നത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ആ ഡിഫറൻസ് എന്ന് എനിക്ക് തോന്നുന്നു. ബട്ട് എന്നിരുന്നാൽ പോലും ഇതിന് എപ്പോഴും ഓഫർ ഉണ്ടാവാറുണ്ട്. ഓക്കെ. ആൻഡ് ഈ പാരഷ്യൂട്ടിൻ്റെ ആണെങ്കിൽ 205 ഫോർ 200 ml. ഇറ്റ്സ് ഓക്കെ. വളരെ റീസണബിൾ ആയിട്ടുള്ളതാണ്. ഇത് കുട്ടികൾക്ക് ഞാൻ ശരിക്കും, നിങ്ങളുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇത് യൂസ് ചെയ്യൂ. കുളിച്ചതിന് ശേഷം അപ്ലൈ ചെയ്യാനായിട്ട്. ഞാൻ ഡെയിലി അപ്ലൈ ചെയ്യാറുണ്ട്. ഭയങ്കര നല്ലതാണ്. ഓക്കെ. പിന്നെ ബോഡി മോയ്സ്ചറൈസേഴ്സ് ഞാൻ ഇത് തന്നെയാണ് മിക്കപ്പോഴും യൂസ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ പാരഷ്യൂട്ടിൻ്റെ ഏകദേശം ഇതുപോലെ ഇരിക്കുന്ന, പാരഷ്യൂട്ടിൻ്റെ ആണോ? അതെ, പാരഷ്യൂട്ടിനും അഡൾട്ട്സിനായിട്ടുള്ള, ബേബീൻ്റെ അല്ലാതെ അഡൾട്ട്സിനും ഏകദേശം ഈ പാക്കേജിങ്ങിലുള്ള ഒരെണ്ണം ഉണ്ട്. അതെനിക്ക് വീട്ടിലിരിപ്പുണ്ട്. അതും ഒരു ഭയങ്കര നല്ല സ്മെല്ലുള്ളതാണ്. വീട്ടിൽ പോകുമ്പോൾ ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇനി സ്കിന്നിൽ ഞാൻ യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ കുറച്ചധികം കാലമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ഫേസിൽ യൂസ് ചെയ്യുന്നത് ഈ ഡോട്ട് ആൻഡ് കീയുടെ ബാരിയർ റിപ്പയർ മോയ്സ്ചറൈസറാണ്. ഇത് ഭയങ്കര നല്ലതാണ്. നിങ്ങൾ ആരും ഇത് യൂസ് ചെയ്തിട്ടില്ലെങ്കിലും ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ പറയും. കാരണം ഇതിനകത്ത് ഒട്ടും തന്നെ ഫ്രാഗ്രൻസ് ഇല്ല. പ്രോബയോട്ടിക്കും അതുപോലെ തന്നെ സെറമൈഡ്സും ഉള്ളതുകൊണ്ട് നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും ചെറിയ റാഷസ് അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രേക്കൗട്ട്സ് ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അതങ്ങ് കറക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എന്തെങ്കിലും ഒരു പുതിയ പ്രോഡക്റ്റ് ഞാൻ ട്രൈ ചെയ്താൽ എനിക്ക് വലിയ പേടിയില്ല. കാരണം അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ബ്രേക്കൗട്ട് വന്നാൽ പോലും നെക്സ്റ്റ് ഞാൻ ഈ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ അത് ഒരു ദിവസത്തിലോ 2 ദിവസത്തിലോ അത് ഉടനെ ഓക്കെ ആവാറുണ്ട്. ഇതും നമുക്ക് സ്കിന്നിൽ അങ്ങനെ ഒരുപാട് ഹെവി ആയിട്ട് തോന്നത്തില്ല. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് അബ്സോർബ് ആവും. ഇതെൻ്റെ സെക്കൻഡ് ടൈം പർച്ചേസാണ്. ഇത് 176 ഗ്രാമിൻ്റെയാണ്. ഫസ്റ്റ് ഞാൻ മേടിച്ചത് ഒരു 100 ഗ്രാമിൻ്റെയോ അതിൽ താഴെ വരുന്ന ചെറുതായിരുന്നു. ഇത്തവണ ഓഫർ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ഈ വലുത് മേടിച്ചു. ബിക്കോസ് എനിവേ ഞാൻ ഒരെണ്ണം മേടിച്ചിട്ട് എനിക്കത് ഓക്കെ ആയിരുന്നു എൻ്റെ സ്കിന്നിന്. അതുകൊണ്ടാണ് ഞാൻ വലിയ സൈസ് മേടിച്ചത്. ഞാൻ എപ്പോഴും അങ്ങനെയാണ് പ്രോഡക്റ്റ്സ് യൂഷ്വലി മേടിക്കാറ്. എസ്പെഷ്യലി മോയ്സ്ചറൈസർ. ചില മോയ്സ്ചറൈസറൊക്കെ എൻ്റെ ഫേസിന് ഭയങ്കര ഹെവി ആയിട്ട് തോന്നുവാണെങ്കിൽ എനിക്ക് ബ്രേക്കൗട്ടൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഓക്കെ ആയിരുന്നു. ഇവിടെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാൻ കൂടി ചെയ്തുകൊണ്ട് ആണ് ഞാൻ വലിയ സൈസ് മേടിച്ചത്. ഇതല്ലാതെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ്, റെക്വലിൻ്റെ മോയ്സ്ചറൈസർ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ ഒട്ടും തന്നെ ഫ്രാഗ്രൻസ് ഇല്ല. ജസ്റ്റ് വളരെ പ്ലെയിൻ ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസർ. അതുകൊണ്ട് തന്നെയാണ് സ്കിന്നിൽ ഒരിക്കലും അതിനെ കൊണ്ട് പ്രശ്നം വന്നിട്ടില്ല. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ഈ ഡോട്ട് ആൻഡ് കീയുടെ അത് യൂസ് ചെയ്യുന്നതിന് മുന്നേ വരെ ഞാൻ അതിൻ്റെ ഭയങ്കര ഒരു ഫാനായിരുന്നു. കാരണം അത് ഒട്ടും നമുക്ക് ഹെവി ആയിട്ട് തോന്നില്ല. എന്നാൽ സ്കിൻ ഭയങ്കര പ്ലം ആയിട്ടിരിക്കും. അതിനുശേഷം ഇത് കിട്ടിയപ്പോഴാണ് ഇതിനൊരു റിപ്പയർ ഇഫക്റ്റ് കൂടെ ഉള്ളത് കൊണ്ടിട്ട് എനിക്ക് ഇത് കുറച്ചുകൂടെ ഇഷ്ടമായത്. റിക്കോളിന് ഞാൻ യൂസ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ യൂസ് ചെയ്യുന്നത് പാക്കിൻ്റെ മോയ്സ്ചറൈസറാണ്. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പാക്കിൻ്റെ
ഒരു അക്വാബ്ലാസ്റ്റ് എന്നാണോ അതിൻ്റെ പേരെന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു ബ്ലാക്ക് കളറിലൊരു ഇതിൽ വരുന്നൊരു ഇതായിരുന്നു അത്. അതും നല്ലതായിരുന്നു. പക്ഷെ അതും ഒരു ഇച്ചിരി എക്സ്പെൻസീവ് ആയിരുന്നു. അതും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ബിക്കോസ് എന്താ പറയുക, അതും നമുക്ക് ഫേസിൽ ഭയങ്കര ലൈറ്റാണ്. നമുക്ക് അത് മാത്രം ഇട്ടിട്ട് നമ്മുടെ പോർസൊക്കെ ഒന്ന് ടൈറ്റ് ആവുന്ന പോലത്തെ ഒരു ഫീൽ വരും. അത് മാത്രം ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ പുറത്ത് പോകാനും പറ്റും. ഈ പറഞ്ഞ ഈ രണ്ടെണ്ണത്തിൻ്റെയും പിക്ചേഴ്സ് ഞാൻ ആഡ് ചെയ്യാം ഇതിൻ്റെ അകത്ത്. എനിക്കിപ്പം അതിൻ്റെ പേര് പെട്ടെന്ന് വരുന്നില്ല. ഇതൊക്കെയാണ് എനിക്ക് യൂസ് ചെയ്തതിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള മോയ്സ്ചറൈസർ. പിന്നെ ആൻഡ് ഓൾവേസ് ട്രൈ ടു യൂസ് മോയ്സ്ചറൈസേഴ്സ് വിച്ച് ആർ മെൻറ്റ് ഫോർ ഫേസ് ഓൺ യുവർ ഫേസ്. അതല്ലാതെ നമ്മൾ ഈ ബോഡി മോയ്സ്ചറൈസേഴ്സ്, കാരണം നമ്മുടെ ബോഡി സ്കിന്നും ഫേസിൻ്റെ സ്കിന്നും തമ്മിൽ ശരിക്കും ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ കൈയുടെ സ്കിൻ നോക്കുവാണെങ്കിൽ നമുക്കറിയാം കുറച്ചുകൂടെ തിക്കാണല്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയുടെ ഓരോ പാർട്ടിലും സ്കിന്നിൻ്റെ തിക്നെസ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ബോഡിയിൽ മോയ്സ്ചറൈസ് ചെയ്യുന്ന ആ മോയ്സ്ചറൈസർ എടുത്ത് ഫേസിലിട്ടാൽ അത് ഓവർ ഹൈഡ്രേറ്റഡ് ആയിട്ട് നമുക്ക് ബ്രേക്കൗട്ട്സ് വരാൻ ചാൻസ് ഉണ്ട്. ആൻഡ് നമ്മളുടെ നോർമൽ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന മോയ്സ്ചറൈസർ എടുത്ത് ബോഡിയിലിട്ടാൽ യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ നമുക്ക് ഒരു വിൻ്റർ സീസണിലൊക്കെ അതിനെ കൊണ്ട് നമുക്ക് എത്ര എഫക്റ്റീവ് ആകും എന്നുള്ളത് ഡൗട്ട്ഫുള്ളാണ്. ബിക്കോസ് ആ ഡെപ്തിൽ അതിനെ പെനട്രേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഫേസിലിട്ടുള്ളത് ഫേസിനും ബോഡിയിൽ അപ്ലൈ ചെയ്യേണ്ടത് ബോഡിക്കുമാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ. വേറെ ഏതെങ്കിലും എനിക്ക് മോയ്സ്ചറൈസർ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുവാണെങ്കിൽ ഞാനിതിൽ ആഡ് ചെയ്യാം. മോയ്സ്ചറൈസേഷന് വേണ്ടിയായിട്ട് ഞാൻ ഈ അടുത്ത് സ്നെയിൽ മ്യൂസിൻ്റെ ഡെർമാക്കോഡ് ഒരെണ്ണം മേടിച്ചായിരുന്നു. ബട്ട് ഐ റിയലി ഫെൽ ദാറ്റ് ഈസ് യൂസ്ലെസ്. അറ്റ്ലീസ്റ്റ് ഫോർ മീ ഓൺ മൈ സ്കിൻ ഇറ്റ് വാസ് യൂസ്ലെസ്. എനിക്ക് പ്രത്യേകിച്ചൊരു എഫക്റ്റും തോന്നിയില്ല. കോസ്ട്രിക്സിൻ്റെ എല്ലാം ഞാൻ പറയുന്നത് ഡെർമാക്കോഡ് സ്നെയിൽ മ്യൂസിനാണ്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ആൻഡ് ഐ എം നോട്ട് യൂസിങ് ദാറ്റ് നൗ ആക്ച്വലി. അപ്പോൾ ശരി, ബൈ ബൈ.